ഡൽഹി സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഹുമയോൺസ് ടോംബിലെ കാഴ്ചകളായിരുന്നു കാണിച്ചത്. ഹുമയോൺസ് ടോംബിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് റെഡ് ഫോർട്ടിലേക്കാണ്. റെഡ് ഫോർട്ടിലേക്കാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സൈക്കിൾ റിക്ഷ പിടിച്ചുകൊണ്ടാണ് റെഡ് ഫോർട്ടിലേക്ക് നമ്മൾ പോകുന്നത്. വളരെ ഒരു ലോക്കലായ ഡൽഹി തെരുവുകളിലൂടെയുള്ള ഒരു യാത്രയാണ് നമുക്കിപ്പം കാണാൻ പറ്റുന്നത്. ഡൽഹി സീരീസിൽ ഇതിനു മുന്നേ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിരുന്നു. ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അതൊന്ന് പോയി നിങ്ങൾ മാക്സിമം പോയി കാണുക. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്കും കൂടി നിങ്ങൾ അടിക്കാൻ മറക്കല്ലേ. കാരണം ഇപ്പോഴത്തെ യൂട്യൂബിൻ്റെ അൽഗോരിതം പ്രകാരം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ ലൈക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ ലൈക്കും കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഡൽഹിയിൽ ഒരുപാട് മനോഹരമായ കാഴ്ചകളുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്ന റെഡ് ഫോർട്ടിലെ കാഴ്ചകളാണ്. പിന്നെ റെഡ് ഫോർട്ടിലെ അതിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് സ്വീറ്റ് ഷോപ്പുണ്ട്. നമ്മളെ ഡൽഹിയിലെ ഫേമസ് ആയ ഹൽദിറാമിൻ്റെ സ്വീറ്റ്സ് ഷോപ്പുകൾ, അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? റെഡ് ഫോർട്ടിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണിത്. സൈക്കിൾ റിക്ഷ, ഡൽഹി സൈക്കിൾ റിക്ഷ സഫാരി. ഇതൊരു സൈക്കിളാണ് മോനെ, ഇതാണ് മോനെ സൈക്കിൾ. ഇതാണ് സൈക്കിൾ. നമുക്ക് നോക്കാം. റെഡ് ഫോർട്ട് എന്നാ പറഞ്ഞത്. അവിടെ ഇതൊന്നും അറിയാം. എന്താ പറ്റിയേ? ഇതറിയാ? അപ്പോൾ നമ്മൾ റെഡ് ഫോർട്ടിൽ ഇറങ്ങി കേട്ടോ. അത് ചാന്ദിനി ചൗക്ക് ഏരിയയിലാണ് ഇത് ഉള്ളത്. ചാന്ദിനി ചൗക്ക് ജമാ മസ്ജിദ്, റെഡ് ഫോർട്ട്, മറ്റുള്ള സംഭവങ്ങളൊക്കെ ഈ ഏരിയയിൽ തന്നെയാണ് ഉള്ളത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാം. നമ്മൾ റെഡ് ഫോർട്ട് എത്തിയിട്ടാണ്. റെഡ് ഫോർട്ട് ടിക്കറ്റ് കൗണ്ടറിലുണ്ട്. ഇവിടെ ഒരു ക്യൂവിലെ ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് റെഡ് ഫോർട്ടിൻ്റെ സ്കാൻ ഏരിയ നമുക്ക് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ എന്ന സ്കാൻ എന്നൊരു സംഭവം ഉണ്ട്. സെലക്ട് നാഷണാലിറ്റി നമ്പർ of ticket and enter the mobile number. Proceed and make payment. Get ticket mobile. Ticket valid only for today. Ticket is not for. ഇവിടെ ഇങ്ങനെ സ്കാൻ ആയിട്ട് നമുക്ക് പേ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ യൂസിങ് വിസിറ്റിംഗ് അവർ 9 AM to 5 PM. റെഡ് ഫോർട്ട് വിസിറ്റിംഗ് അവർ സൺറൈസ് സൺസെറ്റ്. ക്യാഷ് ഇത്ര വിഷയം. ടിക്കറ്റ് പൈസ ഓൺലി മോണുമെൻറ്റ് 35. ഓൺലി മോണുമെൻറ്റ് 950. ക്യാഷ് ചാർജ് എന്ന് പറഞ്ഞാൽ 50 ആണ് അഡൾട്ടിന് ചാർജ് വരുന്നത്. കുട്ടികൾക്ക് ഇല്ല, ഫ്രീ ആണ്. 15 വയസ്സ് താഴെ കുട്ടികൾക്ക് ഫ്രീ ആണ്. ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് 5 മണി മുതൽ 9 മണി വരെ ഇതിൻ്റെ ഇത് വരുന്നത്. റെഡ് ഫോർട്ട് വിസിറ്റിംഗ് അവർ സൺസെറ്റ്, സൺറൈസ് ടു ഇവിടെ QR കോഡ് നമുക്ക് കാണാൻ പറ്റും. ഇത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് സ്കാൻ ചെയ്യാം, പൈസ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ റെഡ് ഫോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ളത്. റെഡ് ഫോർട്ടിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അതായത് നമ്മൾ ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യൻ്റെ ഫ്ലാഗെല്ലാം പ്രൈം മിനിസ്റ്റർ ഉയർത്തുന്ന ഒരു സ്ഥലമാണ് റെഡ് ഫോർട്ട് എന്ന് പറയുന്നത്. ഇത് ഷാജഹാനാണ്. മുഗൾ ചക്രവർത്തി കാലത്തായ, അതായത് മുഗൾ എംപയറിൻ്റെ ഷാജഹാൻ ചക്രവർത്തിയാണ് ഈ റെഡ് ഫോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ്. ശരിക്കും റെഡ് സ്റ്റോണെ കൊണ്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയിട്ടുള്ള കാഴ്ച കാണാം. ഒരാൾക്ക് അതിൻ്റെ ടിക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്കാനിൻ്റെ QR കോഡ് കൊടുത്തിട്ടുണ്ട്. 50 രൂപയാണ് ഇതിൻ്റെ ടിക്കറ്റ് റേഞ്ച് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് ഫ്രീ ആണ്. 15 വയസ്സ് താഴെ കുട്ടികൾക്ക് ഫ്രീ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് ഇതിന് 2 ടിക്കറ്റുകളാണ് വരുന്നത്. ഒന്ന് ലാഹോർ ഗേറ്റും മറ്റത് ചാന്ദിനി ചൗക്കിൻ്റെ അടുത്തുള്ളൊരു ഗേറ്റും. നമ്മളിപ്പോൾ ഉള്ളത് ചാന്ദിനി ചൗക്ക് ഏരിയയിലെ ഗേറ്റിലാണ് ഉള്ളത്. ഇവിടെ തന്നെയാണ് ജമാ മസ്ജിദും മറ്റുള്ള സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ വരണമെങ്കിൽ ലാൽക്കോയില MRTയിലെ VTS അല്ല, മെട്രോയിൽ നിങ്ങൾക്ക് വന്നിട്ട് ഇവിടെ നിന്ന് കയറാവുന്നതാണ്. അല്ലെങ്കിൽ ടാക്സി പിടിച്ചിട്ട് അല്ലെങ്കിൽ ഊബറിലോ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാവുന്നതാണ്. എന്താ പറ്റിയേ? അഞ്ചുവിൻ്റെ സ്കാൻ ചെയ്തിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. നോക്കാം എന്താണ്. ഇവിടെ ഒരു ക്യൂ ഉണ്ട്. ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ ക്യൂ നിന്നിട്ട് ടിക്കറ്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. അല്ലെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾക്ക് നേരത്തെ ബുക്ക് ചെയ്ത് വരുവാണെങ്കിൽ അത് നല്ലതായിരിക്കും. അപ്പോൾ നോക്കാം എന്തായാലും. കുറേ ആൾക്കാർ സ്കാൻ ചെയ്യുന്നുണ്ട്, കുറേ സമയം എടുക്കുന്നുണ്ട്, ഡിലേ ആവുന്നുണ്ട്. അൻവേ എന്ത് ചെയ്യുന്നത്? ടിക്കറ്റ് കൗണ്ടറിലേക്ക് ക്യൂ വന്നിട്ടുണ്ട്. 5 അവിടെ സ്കാൻ ചെയ്യുന്നുണ്ട്. സ്കാൻ ചെയ്യാൻ പക്ഷേ ഭയങ്കര സ്ലോ ആയതുകൊണ്ട് തന്നെ പറ്റുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഇവിടെ റെഡ് ഫോർട്ടിന് മാത്രം 50 രൂപയാണ്. പിന്നെ മ്യൂസിയം കൂടി ഉണ്ടെങ്കിൽ വിത്ത് റെഡ് ഫോർട്ട് ആണെങ്കിൽ 80 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ടിക്കറ്റ് കൗണ്ടർ ഫോറിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 600 ബാത്താണ് ഫോറിൻ്റെ. റെഡ് ഫോർട്ട് വിത്ത് മ്യൂസിയം 950 ആണ് ഫോറിൻ ആൾക്കാരുടെ ചാർജ് എന്ന് പറയുന്നത്. നമ്മൾ റെഡ് ഫോർട്ടിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. സ്കാൻ ചെയ്തിട്ട് കുറേ ഡിലേ ആയതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് ഡയറക്റ്റ് പോയിട്ട് ക്യൂ എന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് 50 രൂപയാണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത് കേട്ടോ. ഫ്രണ്ടിൽ തന്നെ നമുക്ക് നല്ലൊരു വ്യൂ ഇവിടെ കാണാൻ പറ്റും. കണ്ടിതാ റെഡ് ഫോർട്ടിൻ്റെ നല്ല ഗംഭീര വ്യൂ ഇവിടെ ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങോട്ട് എൻട്രൻസ് വരും നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ചാന്ദിനി ചൗക്ക് ഏരിയൻ്റെ ഗേറ്റ് ഏരിയയാണ്. ലാഹോർ ഗേറ്റിലാണ് ശരിക്കും നമ്മളെ ഫ്ലാഗ് ഹൗസിങ്ങൾ നടക്കുന്നത്. ഇതൊരുപാട് ഏക്കേഴ്സിലുള്ളൊരു വലിയൊരു ബിൽഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ
എങ്ങോട്ടാണ് പോകേണ്ടത് വലിയ ഐഡിയ ഇല്ല, നമുക്ക് നോക്കാം വാ. അപ്പോൾ നമ്മൾ ഈ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ നല്ല റെഡ് കളറിലൊരു മതിൽ പോലത്തെ സംഭവം നമുക്ക് കാണാൻ പറ്റും. ജയക്കാ ഇത് തീൻ ദോ ഓക്കെ വീഡിയോ വാ കയറി വാ കയറി പെട്ടെന്ന് കയറി ഇനി അപ്പുറം വന്നാല് അപ്പുറം നമ്മുടെ റെഡ് ഫോർട്ടിൽ ആണ് താഴെ ഇരിക്കും എവിടെയെങ്കിലും ഇരിക്കും, നമുക്ക് നോക്കാം. നമ്മൾ റെഡ് ഫോർട്ടിൽ നിന്ന് ചെറിയൊരു ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് ഇന്ന് നമ്മൾ കുറേ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ സൈക്കിൾ റിക്ഷ വന്നു, ഇത് വേറൊരു സംഭവം. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ നടന്നു പോകുന്നില്ല, വളരെ പെട്ടെന്ന് തന്നെ തീർക്കാൻ വിചാരിച്ചു അല്ലേ. എന്താ പറയുക, ഇത് ശരിക്കും ഏക്കർ കണക്കിനുണ്ടെന്നുണ്ടല്ലോ ഇതിന്റെ. മറ്റേ വസതി എന്ന് വേണേൽ പറയാം അല്ലേ, ഷാജഹാന്റെ വസതി എന്ന് വേണേൽ പറയാം. ഒരുപാട് രാജാക്കന്മാരെ, മുഗൾ എംപയർ ഷാജഹാന്റെ വസതി. അപ്പുറം എന്താടാ എന്ത് രാമക്ഷേത്രം എന്ത് സംഭവം ഉണ്ടല്ലോ അപ്പുറത്ത്. വലിയ ജനവിലുണ്ടല്ലോ. ഇതിന് 2 ഗേറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല. ഒന്ന് ലാഹോർ ഗേറ്റ് ആണുള്ളത്, ഇത് മറ്റേ നമ്മുടെ ചാന്ദിനി ചൗക്ക് ഗേറ്റ് ആണ് രണ്ടാമത്തെ ഗേറ്റ്. അത്രത്തോളം വലുതാണ് ഈ സംഭവം ഉള്ളത്. ഇവിടെയും ഫോട്ടോ എടുക്കാൻ നല്ല സുഖം. ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ. ഇതിനുള്ള ഇതിന്റെ ചുറ്റും ഇങ്ങനെ ഒരു വെള്ളം പോലെ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ, ഒരു വെള്ളം ഇതാക്കണ്ടേ ഇങ്ങനെ. അങ്ങനെ ഇതിനകത്തൊന്നും പിന്നെ ഇല്ല, ഒന്നും അകത്തുള്ളത് പിന്നെ ഓരോ സംഭവങ്ങളല്ലേ. ഓക്കെ. അങ്ങനെ ഫൈനലി നമ്മൾ ഷാജഹാന്റെ റെഡ് ഫോർട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. എന്താ പറയുക, ഫുള്ള് നല്ല റെഡ് സ്റ്റോൺസ് കൊണ്ടാണ് ഈ ഒരു റെഡ് ഫോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടോ, ഒരുപാട് ആൾക്കാരുടെ വന്നിട്ടുണ്ട്. അവിടെ എന്തോ ഒരു രാമക്ഷേത്രം പോലത്തെ എന്തോ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ കുറേ ജൈൻ വീട് പോലുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അടിപൊളിയല്ലേ, ഇങ്ങനെയുണ്ട്, പൊളിയല്ലേ. റെഡ് ഫോർട്ട്, ഷാജഹാന്റെ അമേസിങ് ആർക്കിടെക്ചർ. അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാം, ഫോട്ടോ എടുക്കുക. നമ്മൾ ഇവിടുന്ന് കുറേ ആൾക്കാർ, ഈ പുള്ളിയാണ് നമ്മളെ എടുത്ത ഫോട്ടോഗ്രാഫർ ഉണ്ട്. അടിപൊളി ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ തായ്ലൻഡ് വരുവാണെങ്കിൽ, തായ്ലൻഡല്ല റെഡ് ഫോർട്ടിൽ വരികയാണെങ്കിൽ നമുക്ക് 30 एक फोटो की कितना 30-40 आपका नाम क्या है? मेरा नाम രാജ്വീർ. അപ്പോൾ ഈ രാജ്വീർ ഭയ്യനെ കോൺടാക്ട് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസ് എടുത്ത് തരും റെഡ് ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന്. ഓക്കെ, പുള്ളി എടുത്ത് കുറേ പ്രിൻ്ററിൽ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ പ്രിൻ്റ് ഔട്ട് അടിപൊളി സംഭവമായിട്ട്. നമുക്ക് ഇങ്ങനത്തെ ഈ ഡൽഹിയിൽ നമുക്ക് ഏത് ടൂറിസ്റ്റ് അട്രാക്ഷനിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവർ തരുന്നുണ്ട്. ചെറിയ പൈസയില്ല, ഒരു ഫോട്ടോന് 30 കൊടുത്തു കഴിഞ്ഞാൽ 30 രൂപ എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോയും കിട്ടും, അതുപോലെ മൊബൈലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും. അത് നല്ല അടിപൊളി പരിപാടിയല്ല. എന്തായാലും സെറ്റപ്പ് അല്ലേ, ഇവിടെ ഫുള്ള് പ്രിൻ്ററും മൊബൈൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പുകളും നമുക്ക് ഇവിടെ തന്നെ ഇവർക്ക് ചെയ്ത് തരുന്നതന്നെ. ശരിക്കും മൊബൈലിന് വേണ്ടായിരിക്കും, മൊബൈലിൻ്റെ ആവശ്യമില്ല, അടിപൊളിയായിട്ട് ചെയ്ത് തരും. ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല അപ്പോൾ? അകത്ത് കയറാൻ പറ്റും. നമ്മൾ ടിക്കറ്റിൽ എടുത്തിട്ട് അകത്ത് കയറാനല്ലേ. വാ, നമുക്ക് അകത്ത് കയറിയിട്ട് വരാം. നമുക്ക് അകത്ത് കയറിയിട്ട് എന്താ സംഭവം അകത്ത് നോക്കിയിട്ട് വരാം. വാ, ചെക്കിങ് കൗണ്ടറിലുണ്ട് കേട്ടോ. ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് കയറി. അങ്ങനെ ഭയങ്കര സെക്യൂരിറ്റി ചെക്കിങ് ആണ് ഇവിടെ കയറുമ്പോഴല്ലോ. ഒരു നോട്ട് ചെയ്യുന്നുണ്ട്. വാ, കയറിക്കോ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് റെഡ് ഫോർട്ടിൻ്റെ. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു പീരങ്കി മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ, അൻവേ നമ്മളെവിടെയാ റെഡ് ഫോർട്ട് കയറിട്ടാ. റെഡ് ഫോർട്ടിൻ്റെ അകത്ത് കയറിയാണ്. ഇതാ നല്ല സൗണ്ടാണ് ഉള്ളിൽ. വാ, കയറുമ്പോൾ തന്നെ ആ ഒരു വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഗംഭീര വ്യൂ കേട്ടാ. വാ,
അവിടെ ഇതിനുള്ളിൽ കുറേ ഷോപ്പ് ആൻഡ് സ്ഥലമുണ്ട് കേട്ടോ. ഓ ഇതിനുള്ളിൽ ഇവർ എന്തെല്ലോ ഒരു മ്യൂസിയം പോലെ സെറ്റ് ചെയ്തിട്ട് കുറേ ഷോപ്പുകളും മറ്റുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. നമുക്ക് നോക്കാം. ഓ ഇത് ഫുള്ള് ഇതിൻ്റെ അകത്ത് ഒരു ഷോപ്പിംഗ് സെൻ്റർ ആക്കി മാറ്റിയിരിക്കുകയാണ് റെഡ് ഫോർട്ട് ഭാഗത്ത്. നോക്കിയിട്ട് ഒരുപാട് ഷോപ്പിംഗ് ബാഗുകളും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അതാ നോക്കിയിട്ട് ഒരുപാട് സൈക്കിൾ റിക്ഷകളും അല്ലേ, നല്ല രസമാണ്. ആ സൈക്കിൾ റിക്ഷ നോക്കിയിട്ട് നല്ല രസമാണ് അല്ലേ, നല്ല രസമാണ്. ആ വരും നോക്കാം, വരുമ്പോൾ നോക്കാം. നല്ല നല്ല കുറേ സാധനം ഉണ്ട് ഇടാം. ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഇതിൻ്റെ അകത്ത് വെച്ചാൽ വലിയൊരു പാർക്ക് പോലത്തെ ഏരിയയാണ് നമുക്കിവിടെ കാണാൻ പറ്റുമോ. പിന്നെ നമുക്ക് കുറേ ഷോപ്പിംഗ് ഏരിയാസും വേണമെങ്കിൽ നമുക്ക് ഈ ബഗ്ഗി എന്ന് പറഞ്ഞ സാധനത്തിൽ ഫ്രീ റൈഡ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അവർ ഫുള്ള് റൈഡ് ചെയ്യുന്നതായിരിക്കും. ആ ഇവിടെ റെസ്റ്റോറൻറ്റ് എന്തോ ഉണ്ടല്ലേ? ഇല്ല, കേഫ് വേണ്ടില്ലേ? ആ ഇവിടെ എന്തോ ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്. നമുക്ക് ആ ഹൽദിറാമിൽ പോയി കഴിച്ചാൽ പോരല്ലേ? ഇതൊരു രക്ഷയില്ല. ഇതൊന്നും സംഭവം മനസ്സിലായില്ല. നമുക്ക് നോക്കി നോക്കാം എന്തായാലും. ഇതൊരു വലിയൊരു ബിൽഡിങ്. ഇതെന്താ ഇതാണ് നമ്മുടെ ഷാജഹാൻ രാജാവിൻ്റെ വസതി എന്ന് പറയുന്നത്. അതായത് രാജാവിന് അവിടെ ഒരു ഇരിപ്പിടമുണ്ട്. ആ രാജാവിന് അവിടെ ഇരുന്നു കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രജകളുടെ ഇടം വന്നിട്ട് നിൽക്കും. അപ്പോൾ പ്രജകളെല്ലാം ശരിക്കും കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. രാജാവിൻ്റെ ഇരിപ്പിടം അവിടെയുണ്ട്. ഇനി നമ്മൾ രാജാവിൻ്റെ ഷാജഹാൻ്റെ ഇരിപ്പിടം നമുക്ക് കാണാം. ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഷാജഹാൻ അടുത്ത് എഴുതിയിട്ട് നോക്കാം. ദിവാനോ, ദിവാൻ, ദിവാൻ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജഹാൻ രാജാവ് ചക്രവർത്തി ഇവിടെ ഇരുന്നുകൊണ്ടാണ് പ്രജകളെല്ലാം ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് കണ്ടിട്ട് വരാം. ഇവിടം വരെ വന്നതല്ല, രാജാവിൻ്റെ ഇരിപ്പിടം കൂടി ഒന്ന് കാണാം. ഇതൊരു അമേസിങ് ആർക്കിടെക്ചർ എന്ന് പറയാൻ പറ്റും. ആ വൈറ്റ് കളറിലെ സംഭവമാണ് ഷാജഹാൻ ചക്രവർത്തി ഇരുന്നുകൊണ്ട് ഇവിടെ ഫേസ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ഫേസ് ചെയ്തിട്ട് പ്രജകളെ ഫേസ് ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം മീറ്റിങ്ങുകൾ നടത്തുന്ന സംഭവമാണ് കേട്ടോ. അവിടെ രാജാവിന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കണ്ടോ അങ്ങനത്തോളം കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമ്മളിനി റെഡ് ഫോർട്ട് കണ്ടു കഴിഞ്ഞ് ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ പോകും ചാന്ദിനി ചൗക്ക്. ചാന്ദിനി ചൗക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിട്ട് ഒരുപാട് ഫുഡുകളും ഒരുപാട് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അവിടെ നമുക്ക് ഹൽദിറാം എന്ന് പറയുന്നൊരു സ്വീറ്റ് ഷോപ്പുണ്ട്. അവിടെ പോയി കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കുറേയൊക്കെ മേടിച്ചു കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് കാണാം. ഓക്കെ, റെഡ് ഫോർട്ട് എങ്ങനെയുണ്ട്? റെഡ് ഫോർട്ട് അടിപൊളിയല്ലേ? ആണ് നമ്മുടെ ചാന്ദിനി ചൗക്ക് മാർക്കറ്റ് കണ്ടോ. ഇവിടെയാണ് ഫുള്ള് ഷോപ്പിങ്ങും മറ്റുള്ള സംഭവങ്ങളും ഫുഡും എല്ലാ സംഭവങ്ങളും ഉള്ള चांदनी चौक मार्केट. ये आदमी बुढ़ा हो गया, यहाँ पे जवानी बचपन से देख रहा हूँ मैं. अब आपको यहाँ से पैदल जाना पड़ेगा. अभी बताता हूँ कहाँ पे है, ठीक है? हाँ ओके. നമ്മുടെ ഹൽദിറാമിൻ്റെ ഷോപ്പ് ഇതായിട്ടാണ് നമുക്കിട്ട്. അയ്യോ ഇത് മറ്റേ സാധനം മാത്രമല്ലേ? ഹൽദിറാമിൻ്റെ ഷോപ്പാണ് ഇത്. ഇവിടെ നമുക്ക് ഒരുപാട് ചോക്ലേറ്റ്സും മറ്റുള്ള സംഭവങ്ങളൊക്കെ കിട്ടുമ്പോൾ നോക്കാം. ഇതാണ് ഏരിയ ഫുള്ള്. ഡൽഹിയിലെ ഏറ്റവും ഫേമസ് ആയ സ്വീറ്റ്സും ചോക്ലേറ്റ്സും കിട്ടുന്ന അടിപൊളി സ്ഥലമാണ് ഹൽദിറാം എന്ന് പറയുന്നത്. നോക്കിയെടുത്തോ, ഏതാ വേണ്ടെങ്കിൽ എടുത്തോ. അവരുടെ പേര് നോക്കിക്കോ. ഓരോ പെട്ടിയിലുണ്ടല്ലോ. 906 എല്ലാം മിക്സഡ് ആയിട്ടുള്ള 1053 അത്രയും സാധനങ്ങൾ നോക്കിയിട്ട്. हाँ व्हाट्सएप मिक्स की
നമ്മളിങ്ങനെ ഫുഡ് ആ ഒരു ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾ പുള്ളി കറക്റ്റായിട്ട് വെക്കുന്നതാണ്. ഇവിടെ സ്വീറ്റ്സ് കണ്ടിട്ട് ഞാൻ ആകെ കൂടി കൺഫ്യൂഷൻ ആയിപ്പോയി. അത്രത്തോളം സാധനങ്ങൾ നമുക്കിവിടെ ഇല്ല കേട്ടോ. ഗുലാബ് ജാമുൻ, കാല ജാമുൻ, ഗുലാബ് ജാമുൻ, കേസബ് രസ്ബീർ, പ്ലെയിൻ കാന്താരി, എന്തെല്ലോ സാധനങ്ങൾ. അത്രത്തോളം സ്വീറ്റ് ഐറ്റംസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെയാണെങ്കിൽ മോത്തിച്ചോർ ലഡു, ചെന്ന മുറുക്കി, മൈദ ഗുഞ്ച്, ഫുള്ള് ചോക്ലേറ്റ് ലഡു ഐറ്റംസ്. അങ്ങനെ ഹൽദിറാം ഷോപ്പ് നമ്മൾ ഒരുപാട് സ്വീറ്റ്സ് എല്ലാം മേടിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് രാത്രി ഫ്ലൈറ്റ് കയറിയിട്ട് കണ്ണൂരിലേക്ക് തിരിച്ചു പോവുകയാണ്. ഡൽഹി സിറ്റീസിലെ അവസാനത്തെ വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇതിന് മുന്നിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. അപ്പോൾ ഡൽഹി സീരീസ് ഇതോടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ഇനി തായ്ലൻഡിലേക്ക് വന്നിട്ട് തായ്ലൻഡിലെ വീഡിയോസ് ആയിരിക്കും നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ പറയുക, ചാനൽ കാണാത്തവരുന്ന മാക്സിമം ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വൈബോ സൈനിങ് ഓഫ്.